നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനാണെന്നും സഹായകനാണെന്നുമെല്ലാം കത്തോലിക്ക സഭയും വിശുദ്ധ ഗ്രന്ഥവും പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും ഉയരുന്നുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ചില ചോദ്യങ്ങളാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ഫാദർ അരുൺ കലമറ്റത്തിലാണ്. അച്ഛാ, സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. അച്ഛാ, ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നൈറ്റ്സ് ടെംപ്ലർ ചർച്ച ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ഒരു ചോദ്യം പ്രേക്ഷകർ നമുക്ക് തന്നിരിക്കുന്നത്, യേശു പറഞ്ഞ മറ്റൊരു സഹായകൻ എന്നത് പരിശുദ്ധാത്മാവാണോ അതോ മറ്റൊരു പ്രവാചകനാണോ? ഇത് പൊതുവിൽ പല സ്ഥലത്തും ചോദിച്ച് കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. ഞാൻ തന്നെയും എൻ്റെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ കോട്ടയത്ത് ഒരു ബുക്ക് സ്റ്റോളിൽ ഒരു പ്രത്യേക മതത്തിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം അവരെ തടഞ്ഞു നിർത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മാവ് സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവാചകനാണ്. കാരണം ദൈവാത്മാവ് വരും എന്നൊക്കെ ഈശോ വാഗ്ദാനം ചെയ്തിരുന്നില്ലേ, ആ ആത്മാവ് പിന്നീട് ലോകചരിത്രത്തിൽ വന്നതാണ്. ആ വിശുദ്ധനായ ആത്മാവ്, പരിശുദ്ധനായ ആത്മാവാണ് ഈ വ്യക്തി എന്നൊക്കെ പറയാനിട വന്നു. ഇത് ഒത്തിരി ആളുകളെ സ്വാധീനിക്കാറുണ്ട്. വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധനായ ഒരു ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ അവരതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ ഒരു മതം അവര് ക്ലെയിം ചെയ്യുകയാണ് ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അവരുടെ പ്രവാചകനാണ് എന്ന്. ഇത് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രചാരമുള്ള ഒരു ആശയമാണ്. ഈ ആശയത്തിന്റെ പുറകിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുപയോഗിക്കുന്ന സാധാരണ പദം തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുന്നു. സാധാരണ നമ്മൾ ചില ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ കുറിച്ചാണ് അല്ലെ. നമ്മൾ പൊതുവിൽ ചില ആളുകളെയൊക്കെ ഒരു ശുദ്ധാത്മാവാണ് അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊരു മനുഷ്യനെ സൂചിപ്പിക്കുന്ന. എന്നാൽ ഈശോ ഉപയോഗിച്ച പദം സത്യത്തിൽ അതല്ല. ഈശോ ഉപയോഗിച്ച പദം അത് റൂഹ എന്നാണ്. റൂഹ എന്ന പദത്തിന് ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥമില്ല. റൂഹ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കാറ്റ് എന്നാണ്. ശ്വാസം, കാറ്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഈശോ പഠിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പഴയ നിയമ നിഴലുകളിലൊക്കെ അങ്ങനെ കാണും. ദൈവം ജീവൻ നൽകിയിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിയതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ പ്രതീകാത്മകമായി മുന്നോടിയായി നിഴല് പോലെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ആത്മാവ് അതൊരു കാറ്റാണ് എന്ന് പറഞ്ഞാൽ ഈശോ പറയുമ്പോൾ ഇവർ അവകാശപ്പെടുന്ന പ്രവാചകൻ വെറുമൊരു കാറ്റാണെങ്കിൽ ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാലേ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനത്തിന്റെ ശേഷമാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരേണ്ടത്. പരിശുദ്ധാത്മാവ് എന്തിന്റെ ആത്മാവാണ്, ആരാണ് അവിടുന്ന് എന്നതിനെ കുറിച്ച് അടിസ്ഥാനപരമായ ഒരു ധാരണയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് സത്യം പറഞ്ഞാൽ ചുമ്മാ ഒരു ശക്തിയോ ഒരു ആത്മാവോ അല്ല. ആ ആത്മാവ് പ്രത്യേകമായ ഒരു ദൗത്യത്തോടു കൂടിയ ദൈവാത്മാവാണ്. ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടിയ ദൈവിക വ്യക്തിയാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം? പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തെക്കുറിച്ച് ഈശോ പറയുന്ന കാര്യം ഇതാണ്: അവൻ വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളുടെ ശുശ്രൂഷയെ അവൻ സഹായിക്കും. അപ്പസ്തോലന്മാർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാണ് അപ്പസ്തോലന്മാർ സുവിശേഷം പ്രഘോഷിച്ചത്, ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചത്. വചനം പ്രഘോഷിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് പരിശുദ്ധാത്മാവാണ് വചനത്തെ സ്ഥിരീകരിച്ചത്, സാക്ഷ്യപ്പെടുത്തിയത്. അപ്പൊ നോക്കുക, പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് തിരുസഭയെ സ്ഥാപിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നൽകപ്പെട്ട ആത്മാവാണ്. അപ്പസ്തോലന്മാര് പ്രവർത്തിക്കുന്ന ആത്മാവാണ്. അത്രയും പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഉത്തരത്തിന്റെ ഭാഗത്തേക്ക് വരാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവരുദ്ദേശിക്കുന്ന ആ പ്രവാചകനെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം. കാരണം അദ്ദേഹം പരിശുദ്ധ സഭയെ അംഗീകരിക്കുന്നു, മിശിഹായുടെ ദൗത്യത്തെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, തിരുസഭയുടെ ശുശ്രൂഷകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കാണപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പകരം പരിശുദ്ധ സഭയെ എതിർക്കുകയും തിരുസഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവ് ഈശോ വാഗ്ദാനം ചെയ്ത ആത്മാവാണ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഫണ്ടമെന്റൽ ഇന്റേണൽ കോൺട്രഡിക്ഷൻ തന്നെ ആ ഒരു വാദത്തെ തന്നെ തള്ളിക്കളയുന്നതാണ്. അത് ചുമ്മാ സ്വാഭാവികമായി നടത്തുന്ന ചില ക്ലെയിമുകളുടെ ഭാഗമാണ്. അങ്ങനത്തെ പല ക്ലെയിമുകളും അവർ നടത്താറുണ്ട്. മാതാവ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാതാവാണ്, ഈശോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈസായാണ് എന്നൊക്കെ പറയുന്ന ക്ലെയിമുകളൊക്കെ സ്വന്തം നിലയ്ക്ക് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പറയുന്ന ചില വ്യക്തികളുമായി ഇസ്മയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന
കിടക്കുന്നതെന്നൊക്കെ നടക്കുന്ന സ്വന്തം ക്ലെയിമുകൾ. അതൊരു 700 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഈശോയ്ക്കും ശേഷം 700 നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക സ്ഥലത്ത് ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആരംഭിച്ച ഒരു 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 സംവിധാനം അങ്ങനെ ക്ലെയിം ചെയ്യുന്നത് അവരുടെ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് ആവർത്തിച്ച് പറയുന്നതിന്റെ പിറകിൽ ചില ബോധപൂർവമായ ദുരുദ്ദേശങ്ങളും ഉണ്ടാകും. കത്തോലിക്ക വിശ്വാസികളെ തങ്ങളുടെ പക്ഷത്തേക്ക് അല്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശമൊക്കെ അതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഈശോ പറയുന്നത് പാരക്ലൈറ്റിനെ കുറിച്ചാണ്, റൂഹായെ കുറിച്ചാണ്, പരിശുദ്ധ റൂഹായെ കുറിച്ചാണ്. അതൊരു വരാനിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല. അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല, ഈശോ പിന്നീട് അയക്കുമെന്ന് പോലും അല്ല പറഞ്ഞത്. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതെവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർ അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർ അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഈശോ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ തന്നെ കൊടുത്തതാണ് ഈ പരിശുദ്ധ റൂഹായെ. അല്ലാണ്ട് പിന്നീട് 7 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് വരാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചല്ല. എന്നിട്ട് വീണ്ടും ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് വരെ ഭവനത്തിന്റെ കാത്തിരിക്കുമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഉന്നതത്തിൽ നിന്ന് അഗ്നിനാവുകൾ പോലെ അവരുടെ മേൽ ഇറങ്ങി വന്നു. ആ ശക്തിയിൽ അവർ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ സഭ സ്ഥാപിക്കപ്പെട്ടു, സഭ പരിപോഷിപ്പിക്കപ്പെട്ടു, ഇന്നുവരെ നയിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പിന്നീട് 7 നൂറ്റാണ്ട് കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു വ്യക്തിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നടത്തുന്ന അവകാശവാദങ്ങൾ അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേക താല്പര്യങ്ങളോട് കൂടി തന്നെ ചില കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അവരുടെ റൂട്ട്സ്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ റൂട്ട്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതായിരിക്കും ആത്മാവ് അവരുദ്ദേശിക്കുന്ന പ്രവാചകനാണ്, അല്ലെങ്കിൽ സഹായകൻ എന്ന് പറയുന്ന പ്രവാചകനാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും വരാൻ കാരണം ഇത്തരം ഒരു കാര്യമായിരിക്കാം. അച്ഛാ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ അതോ വ്യക്തിയാണോ എന്നാണ് അടുത്ത ചോദ്യം. ഇത് കുറെ ആളുകൾക്ക് ഇതും ഒത്തിരി സംശയമുള്ളൊരു ചോദ്യമാണ്. പരിശുദ്ധാത്മാവിനെ ശക്തിയായി അവതരിപ്പിക്കുന്നു, ചില ആളുകൾ എനർജി ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് പോലും കാണാം. അതെല്ലാം പാഷണ്ഡതകളാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൽ അത് ഒരു അരൂപിയ എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആശയക്കുഴപ്പമാണ് പല ആളുകളുടെയും ഒരു പ്രധാന പ്രശ്നം. വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്, അല്ലെ? ഞാനൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിയാണെന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്വന്തമായ ഐഡന്റിറ്റിയുള്ള ഒരു പേഴ്സൺ, അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന പൂർണ്ണമായ സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു റിയാലിറ്റി എന്നുള്ളത് പോലത്തെ ഒരു അർത്ഥത്തിലാണ് ഈ വ്യക്തി എന്ന പദം ഉപയോഗിക്കുന്നത്. മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യ വ്യക്തികൾ എന്ന് പറയും. ഞാനും നിങ്ങൾ ഓരോരുത്തരും മനുഷ്യ വ്യക്തികളാണ്. എന്താണ് ഒരാളെ വ്യക്തിയാക്കുന്നത്, പേഴ്സൺ ആക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ചില കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനമാണ്. ഒരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ ദൈവിക വ്യക്തിയെക്കുറിച്ചൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനമാണ്. ഒരാൾ ഒരു വ്യക്തിയായി തീരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് അടിസ്ഥാനപരമായുള്ളത് ഒരു 3 പദങ്ങളാണ്. ഒന്നാമത്തത് മെമ്മറിയാണ്, രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മൂന്നാമത്തത് വില്ലാണ്. എന്താണെന്ന് വളരെ ഹ്രസ്വമായിട്ട് പറയാം. മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മ, സ്വന്തമായ ഒരു ഓർമ്മ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ ഒരു വ്യക്തിയെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആങ്കറും ഒരേ മെമ്മറി ഉള്ള ആളാണെന്ന് കരുതുക. നമ്മൾ രണ്ട് വ്യക്തികളായിരിക്കില്ല. അല്ലെങ്കിൽ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ആങ്കറിന്റെ മെമ്മറി മുഴുവനും ഡിലീറ്റ് ചെയ്തിട്ട് എന്റെ മെമ്മറി അവിടെ സ്ഥാപിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധം, എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവ്, എന്റെ പാസ്റ്റ് അതെല്ലാം വേറൊരാൾ നിക്ഷേപിച്ചാൽ അയാളുടെ രൂപത്തിലുള്ള ഞാനായി മാറും. അങ്ങനെ സംഭവിക്കുകയില്ല. 2 പേർക്ക് വ്യത്യസ്തമായ മെമ്മറിയാണുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, മെമ്മറി ഈസ് ആക്ച്വലി ആൻ എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റി. ഒരാളെ അതാക്കി നിർത്തുന്നത് മെമ്മറിയാണ്. ഇനി ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ മെമ്മറി ഈസ് ആൻ എക്സിസ്റ്റൻഷ്യൽ കണ്ടിന്യൂവിറ്റി എന്ന് പറയാം. ഇങ്ങനത്തെ വാക്കുകളോട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാളുടെ അസ്തിത്വത്തിന്റെ തുടർച്ച, അയാളായിരിക്കുന്നതിന്റെ തുടർച്ച മെമ്മറി അടിസ്ഥാനമാക്കിയിരിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ അൾഷിമേഴ്സ് ബാധിച്ച ഒരു മനുഷ്യന്റെ കാര്യം ഓർക്കുക. ആ ആളോട് നിങ്ങൾ ആരാ, പേരെന്താന്ന് ചോദിച്ചാൽ ആളിങ്ങനെ അയ്യോ ആരാ എന്നറിയില്ല. എന്താണ് അയാളുടെ പ്രശ്നം? അയാളുടെ പ്രശ്നം ഇതാണ്, അയാൾക്ക് തൊട്ടു മുൻപുണ്ടായിരുന്ന ആളെ അറിയില്ല. ആ തൊട്ടു മുമ്പുള്ള സെക്കൻഡിലുള്ള ആൾക്ക് അതിനു മുമ്പുള്ള തന്നെ അറിയില്ല. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അപ്പൊ എന്നെ ഞാനാക്കി നിലനിർത്തുന്നത് എന്താണ്? എനിക്ക് എന്നെക്കുറിച്ചുള്ള അവബോധമാണ്, എന്റെ മെമ്മറിയാണ്. അപ്പൊ അതുകൊണ്ട് ആ മെമ്മറി എനിക്ക് മറ്റൊരാളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അത് വേറെ മെമ്മറി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഡാറ്റയുടെ കളക്ഷൻ മാത്രമല്ല, അതൊരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ സോഷ്യോളജിക്കൽ റിയാലിറ്റിയാണ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മളൊരു മനുഷ്യന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അയാളുടെ ഓർമ്മ, അയാളുടെ പാസ്റ്റ്, അയാളുടെ അസ്തിത്വം അത് എൻ്റയർലി ഡിഫറെന്റ് ആണ് മറ്റൊരാളിൽ നിന്ന്. അത് മറ്റൊരാളെ സ്വാധീനിക്കുന്നത്. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
ഗ്രഹിക്കാനുള്ള കഴിവാണ്. ഓരോരുത്തർ സ്വന്തം നിലയ്ക്കാണ് ഗ്രഹിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വാക്ക് ഞാൻ പറയുന്നത്, ഉദാഹരണം ബദലഹേം. കേൾക്കുന്ന ഓരോരുത്തർ ഓരോ കാര്യങ്ങളാവും. ചിലർ പുൽക്കൂടിനെ ഓർക്കും, ചിലർ ആ സ്ഥലത്തെ ഓർക്കും, ചിലര് അവിടെ കാഴ്ചയൊക്കെ പോയ ആളുകളെ ഓർക്കും. അങ്ങനെ പല വിധത്തിലായിരിക്കും ആളുകൾ ഓർക്കും. ചില ക്രിസ്മസിനെ ഓർക്കും. ഓരോരുത്തർ അവരവരുടെ നിലയ്ക്കാണ് ഗ്രഹിക്കുന്നത്. ഒരു പൂർണ്ണതയുള്ള ഉദാഹരണത്തിലൂടെ ഞാൻ പറയുകയല്ല, പകരം വളരെ പെട്ടെന്ന് ഒരു സാധാരണ വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാൾക്ക് ഗ്രഹിക്കാൻ സ്വന്തം നിലയുണ്ട്. സ്വന്തം നിലയ്ക്ക് ഗ്രഹിക്കാൻ പറ്റും. മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അയാളുടെ ആശ്രയത്വത്തിലല്ല ഞാൻ ഗ്രഹിക്കുന്നത്. അതാണ് എന്നെ ഒരു വ്യക്തിയാക്കി നിലനിർത്തുന്നത്. മൂന്നാമത്തേത് വില്ലാണ്, ഇച്ഛാശക്തിയാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, ഞാൻ എന്ത് വിൽ ചെയ്യണമെന്ന് എന്റെ പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്നതാണ്. ഒരുപക്ഷെ എന്നെ വേണമെങ്കിൽ ഒരു പെട്ടിക്കകത്തടച്ച് കാരാഗ്രഹത്തിൽ ഒരു പെട്ടിക്കകത്താക്കി വെക്കാം. എന്റെ ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഒരാൾക്ക് ഏറ്റെടുക്കാം. എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടി വിലങ്ങ് വെച്ച് ചങ്ങലക്കിട്ടൊക്കെ വയ്ക്കാം. പക്ഷെ അപ്പോഴും എന്റെ വില്ലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വില്ല് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതായിരിക്കും. ആ വില്ലിനെ കൊടുക്കാൻ അയാൾക്ക് മാത്രം. അതുകൊണ്ടാണ് മാതാവ് പറയുന്നത്, നോട്ട് മൈ വിൽ ഡൈ ബി ഡൺ. ഈശോ പറയുന്നില്ലേ, എങ്കിലും എന്റെ വില്ലല്ല അങ്ങയുടെ വിൽ നടക്കട്ടെ, അങ്ങയുടെ ഇഷ്ടം. അതൊരാൾ കൊടുത്താലേ മറ്റൊരാളുടേതാകുള്ളൂ. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, വിൽ, ഇത് മൂന്നും ഒരാൾക്ക് സ്വന്തമായിരിക്കും. അങ്ങനെ സ്വന്തമായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഒരു മനുഷ്യ വ്യക്തി എന്ന് വിളിക്കുന്നത്. ദൈവം ഈ മൂന്ന് കാര്യങ്ങളും സ്വതന്ത്രമായുള്ള ദൈവിക വ്യക്തിയാണ്. സ്വതന്ത്രമായുള്ള വ്യക്തിയാണ്. അവിടുന്ന് ദൈവമാണ്, അതുകൊണ്ട് ദൈവിക വ്യക്തിയാണ്. നമ്മൾ മനുഷ്യ വ്യക്തികളാണെങ്കിൽ ദൈവം ദൈവിക വ്യക്തികളാണ്. പൂർണ്ണത, ഈ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, വിൽ, സ്വന്തമായുള്ള മൂന്ന് ദൈവിക വ്യക്തികളാണ് ത്രിത്വിക ദൈവം. ഇവരുടെ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, വിൽ, അവയെ പൂർണ്ണമായ സ്നേഹം കൊണ്ടും ആഴമായ അനുസരണം കൊണ്ടും, അനുസരണം എന്ന് പറയുന്നത് എന്താണ്? എന്റെ വില്ലല്ല നിന്റെ വില്ല് നടക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വില്ലിനെ തന്നെ മറ്റുള്ളവരുടെ വില്ലിനോട് ചേർത്ത് വയ്ക്കുന്നതിനാണ് അനുസരണം എന്ന് പറയുന്നത്. മൂന്ന് പേരും അവരുടെ വില്ലിനെയും അണ്ടർസ്റ്റാൻഡിങ്ങിനെയും മെമ്മറിയെയും ഒരുമിച്ചാക്കിയിരിക്കുന്നു. അത് പൂർണ്ണമായും ഒന്നായിരിക്കുന്നു. അങ്ങനെ ത്രിത്വം ഒന്നായിരിക്കുന്നു. പക്ഷെ അവരുടെ ഐഡന്റിറ്റി അത് സ്വന്തമാണ്, അവരവർക്ക് സ്വന്തമാണ്. അങ്ങനെ സ്വന്തമായ ഐഡന്റിറ്റിയുള്ള, സ്വന്തമായ മെമ്മറിയും അണ്ടർസ്റ്റാൻഡിങ്ങും വില്ലുമുള്ള ദൈവിക വ്യക്തിയാണ്, ഡിവൈൻ പേഴ്സൺ ആണ് പരിശുദ്ധാത്മാവും പിതാവും പുത്രനും. ഇവർ മൂന്ന് പേരും തുല്യതയുള്ള ദൈവിക വ്യക്തികളാണ്. അവർ ഓരോരുത്തരും അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് പരസ്പരം ആത്മദാനം നൽകുന്നതും അങ്ങനെ മൂന്ന് പേരും ഒന്നായിരിക്കുന്നതും. മൂന്ന് പേരും ഒന്നായിരുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്നേഹമായിരിക്കാൻ പറ്റില്ല. സ്നേഹത്തിലാണ് അവരൊന്നായിരിക്കുക. സ്നേഹം ആത്മദാനത്തിൻ്റെതാണ്. അങ്ങനെ കൊടുക്കാൻ ആരുമില്ലാത്ത ഏകാന്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹമായിരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ദൈവം ത്രിത്വമാണ് എന്ന് പറയുന്നതിന്റെ പുറകിൽ പോലുള്ള കാര്യം, ദൈവം ഏകാന്തനല്ല, പരസ്പരം ദാനം ചെയ്യാൻ കഴിയുന്ന ത്രിത്വത്തിന്റെ കൂട്ടായ്മയാണ് ദൈവം എന്നാണ്. അങ്ങനെ കൊടുക്കുന്നതിന് ഒരാളുടെ അടിമത്തത്തിലല്ല, ഒരാൾക്ക് താഴെയല്ല, തുല്യതയുള്ള മൂന്ന് ദൈവിക വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും തുല്യതയുള്ള ദൈവിക വ്യക്തിയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യോട് പറഞ്ഞിട്ട് ഞങ്ങൾ തീർക്കാം. അതായത് അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ വേണം പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ എന്നാണ്. പരിശുദ്ധാത്മാവിനോട് പരിചയപ്പെടുന്നതും പരിശുദ്ധാത്മാവിനോട് ഒന്നായിരിക്കുന്നതും പാരക്ലൈറ്റ് ആയിരിക്കുന്ന അവിടുത്തെ സഹായം സ്വീകരിക്കുന്ന ഒരു അങ്ങനെ തന്നെ വേണം ഒരു വ്യക്തിയോട്. നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യം കാണുമ്പോൾ നമ്മൾ ചുമ്മാ ചിരിച്ചു നിൽക്കിയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രണ്ടു വാക്ക് വർത്താനൊക്കെ പറയും. അപ്പൊ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം മഴയുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ കണ്ടറിഞ്ഞുകൂടെ എന്ന് മറുപടി നമ്മൾ പറയാറില്ലല്ലോ. അങ്ങനെയൊക്കെ പതുക്കെ കൂടുതൽ പരിചയപ്പെട്ട് പിന്നീട് സ്വന്തമായി തീരുകയും പിന്നെ നമ്മുടെ ഒരു വിഷമം പറയേണ്ട ആവശ്യം പോലും ഇല്ല, അവർക്കത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊക്കെ വളരുകയും ചെയ്യാറുണ്ട്. വ്യക്തിബന്ധങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് പൊടുന്നനമേ ഒരാൾക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു വലിയ വ്യക്തിബന്ധവും സ്ഥാപിക്കാൻ പറ്റില്ല. അത് ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് സ്ഥാപിക്കുന്നത്. സ്ഥൈര്യലേപനത്തിലൂടെ, തൈലാഭിഷേകത്തിലൂടെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മിൽ വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ബന്ധം സമാരംഭിക്കുന്നത്. പക്ഷെ ആ ആത്മാവിനോട്, നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിനോട്, നമ്മൾ തന്നെ ശരീരം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഭവനമാണെന്ന് നമ്മൾ വിശുദ്ധീകരണത്തിൽ പഠിക്കുന്നുണ്ട്. ആ ആത്മാവിനോടുള്ള നിരന്തരമായ പരിചയത്തിലൂടെയും സംഭാഷണത്തിലൂടെയും എന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തുള്ളൂ എന്ന് നമ്മൾ തുറന്നു കൊടുക്കുന്ന അനുവാദത്തിലൂടെയും പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന ഫ്രീഡത്തിലൂടെയൊക്കെയാണ് ആത്മാവിനോടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വെറുതെ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ ഇടപെടാനും ആ സ്നേഹത്തിൽ നിലനിൽക്കാനും സഹായം സ്വീകരിക്കാനൊക്കെ പറ്റണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് എന്നും കൂടെ ഓർക്കണം. ഓക്കെ, വളരെ വ്യക്തമാണ്. അതായത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുകയും ഒരു വ്യക്തിയോട് എന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. എങ്കിലേ ആ ഒരു ബന്ധം ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ, അല്ലെ? അതെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്വീകരിക്കുന്ന ഒരു ശക്തിയല്ല, അതൊരു വ്യക്തിയാണ്, നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമാകുന്നത് ഈ കൂദാശകൾ വഴി, മാമോദീസയും സ്ഥൈര്യലേപനം വഴി ആണ് നമുക്ക് ആ ബന്ധം ഒന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്.
അതെ. ഓരോരുത്തർക്കും സ്വന്തം നില കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം നിലനിൽക്കുന്നത് തിരുസഭയോടുള്ള ബന്ധത്തിനകത്താണ്. കാരണം പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്, തിരുസഭയുടെ ആത്മാവാണ്. CCC പഠിപ്പിക്കുന്ന ഒരു കാര്യം കേൾക്കാൻ ഒരു പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിങ്ങനെയാണ്, 797 പാരഗ്രാഫ് പഠിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ അവയവങ്ങൾക്ക്, എന്നിട്ട് കോമ ഇട്ടിട്ട്, അതായത് സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. എന്ന് വെച്ചാൽ നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് ക്രിസ്തുവിന്റെ അവയവങ്ങൾക്ക്, അതായത് സഭയാകുന്ന ക്രിസ്തു ഗാത്രത്തിന് പരിശുദ്ധാത്മാവ്, ഈശോയുടെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ആത്മാവാണ്, അല്ലാതെ കുറെ ആളുകളുടെ ആത്മാവല്ല, എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മാവല്ല, ഏതെങ്കിലും സെക്റ്റുകളുടെ ആത്മാവല്ല, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ ആത്മാവല്ല. പകരം ദൈവത്തിന്റെ, മിശിഹായുടെ സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ റൂഹായ്ക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് സഭയുടെ ആത്മാവ് എന്നാണ്. ആരാണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവ് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ തേടി പോകരുത്. ആദ്യം പറയേണ്ടത് സഭയുടെ ആത്മാവ് എന്നാണ്. സഭയുടെ ആത്മാവാണെങ്കിൽ ആ സഭയെ സ്നേഹിക്കുന്നവർക്ക് ആത്മാവ് സംലഭ്യനാണ്. സഭയുടെ ആത്മാവാണെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കാതെ ആത്മാവിനെ ഒട്ട് അറിയാനും പറ്റില്ല. പലപ്പോഴും സഭയെ കൂടാതെ ആത്മാവിനെ കുറിച്ച് പറയുന്നവരൊക്കെ കള്ളം പറയുന്നു എന്നുള്ളതാണ്, അഥവാ അറിയാത്തവയെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ് അച്ഛാ. അടുത്തൊരു ചോദ്യം ഇതാണ്: മനുഷ്യപുത്രനെതിരായി പാപം ചെയ്യുന്നത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം? പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ദൂഷണം എന്നാണ് പറയുന്നത്, ബ്ലാസ്ഫമി. പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം അല്ലെങ്കിൽ ആത്മാവിനെതിരായ പാപം അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് തന്നെയും 2-3 കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. എന്താണ് ആളുകളുടെ മനസ്സിൽ ഒത്തിരി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു കാര്യത്തിന്റെ അർത്ഥം? ദൈവം എല്ലാ പാപവും ക്ഷമിക്കുമെന്ന് പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരായത് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ പരിശുദ്ധാത്മാവ് പിതാവിനേക്കാളും പുത്രനേക്കാളും വലിയ ഒരാളാണോ? അപ്പൊ പിന്നെ ഈശോയ്ക്കെതിരെ പറയുന്നൊന്നും കുഴപ്പമില്ല, പിതാവിനെതിരെ പറഞ്ഞാൽ സാരമില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയ പലതരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോ ഇവിടെ ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതിനെക്കുറിച്ച് വിശുദ്ധ അക്വിനാസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് പറഞ്ഞിട്ട് നമുക്ക് അതിങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിക്കെതിരായി ചെയ്യുന്ന പാപം എന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തെ തന്നെ തള്ളിക്കളയുന്ന തിന്മയാണ് എന്നാണ്. എന്ന് വെച്ചാൽ പാപമോചനം തരുന്നതും കൂദാശകളിൽ പ്രവർത്തിക്കുന്നതും ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നതും ദൈവീക കൃപകൾ നമുക്ക് സംലഭ്യമാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് മിശിഹ പറഞ്ഞത്, ഞാൻ പോയി കഴിയുമ്പോൾ ആത്മാവിനെ നിങ്ങൾക്ക് അയക്കും, ആത്മാവ് കഴിയുമ്പോൾ നിങ്ങളെ സഹൃദം പഠിപ്പിക്കും, നിങ്ങളെ സഹായിക്കും എന്നൊക്കെ ഈശോ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ദൈവീക നന്മകളെല്ലാം പ്രദാനം ചെയ്യുന്നത് പരിശുദ്ധ റൂഹ വഴിയാണ്. ദൈവിക നന്മകളെല്ലാം, ഇൻക്ലൂഡിങ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ്, പാപമോചനം ഉൾപ്പെടെ സകലതും നൽകുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. അപ്പോ പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ പാപം തന്നെ ക്ഷമിക്കപ്പെടാനുള്ള സകല മാർഗങ്ങളും ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. അതുകൊണ്ട് ആ മാർഗത്തെ തന്നെ തള്ളിക്കളയുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് മറ്റു പാപങ്ങളോ അല്ലെങ്കിൽ ആ പാപം തന്നെ ക്ഷമിക്കപ്പെടാൻ ഇടയാവുക? ഉദാഹരണത്തിന് കുമ്പസാരക്കൂടിനെ തള്ളിക്കളയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുമ്പസാരക്കൂട്ടിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നത് പോലെ കുറച്ചുകൂടി പടികട കടന്ന് പരിശുദ്ധാത്മാവാണ് പാപം മോചിക്കുന്നത് എന്നിരിക്കെ, അതുകൊണ്ടാണല്ലോ പൗരസ്ത്യ സഭകളുടെയൊക്കെ പാപമോചന ക്രമത്തിൽ നമ്മളിങ്ങനെ വൈദികൻ ആശീർവദിക്കുന്ന ഇങ്ങനെയാണ്: നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു പാസീവ് വോയിസ് ആണ്. മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാൽ മോചിക്കപ്പെട്ടിരിക്കുന്നു? പരിശുദ്ധാത്മാവാൽ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്റെ അർത്ഥം. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ തന്നെ ദൂഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെതിരെ തന്നെ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളയുന്നു. അങ്ങനെ ആൾക്ക് പിന്നീട് പാപമോചനത്തിന് പോലും അർഹതയുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരർത്ഥം. ഇനി രണ്ടാമത്തെ ഒരർത്ഥം, അത് പല ആളുകളും പറഞ്ഞ് കേൾക്കാറില്ലാത്ത ഒരു കാര്യമാണ്, പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് ആരാണ് എന്നുള്ള ചോദ്യമാണ്. പരിശുദ്ധാത്മാവ് അവിടുന്ന് സഭയുടെ ആത്മാവാണ്, തിരുസഭയുടെ ആത്മാവാണ്, തിരുസഭയിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ്, തിരുസഭയുടെ കൂദാശകളിൽ പ്രവർത്തിക്കുന്ന ആത്മാവുമാണ്. അത് നമ്മൾ തൊട്ടും പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവായതുകൊണ്ട് സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുന്ന ഒരു വ്യക്തി സഭയെ തന്നെയാണ് തള്ളിക്കളയുന്നത്. പാപമോചന ആശീർവാദം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാവും. അതിങ്ങനെ ആശീർവാദത്തിന്റെ അവസാനം ഇങ്ങനെയാണ്: സഭയോടും സഹോദരങ്ങളോടുള്ള അനുരഞ്ജനം പൂർത്തിയാക്കാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് പാപമോചന ആശീർവാദം പൂർത്തിയാകുന്നത്. സഭയോടും സഹോദരങ്ങളുള്ള അനുരഞ്ജനത്തിന്റെ ആത്മാവ്, സഭയുടെ ആത്മാവ്, സഭയോട് ചേർത്ത് നിർത്തുന്ന ആത്മാവ്,
അതൊക്കെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമെന്ന് പുതിയ നിയമ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അത് തിരുസഭയ്ക്കെതിരായ ദൂഷണം തന്നെയാണ്. ആത്മാവിന്റെ സഭയ്ക്കെതിരായ ദൂഷണമാണ്. ആത്മാവ് പ്രവർത്തിക്കുന്ന മേഖലകൾ തള്ളിക്കളയലാണ്. അത് പരിശുദ്ധ സഭയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യത്തെയും ആത്മാവിന്റെ പ്രവൃത്തികളെയും, ഉദാഹരണത്തിന് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. കൗൺസിലുകളിലൂടെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. സുവിശേഷ പ്രഘോഷണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ശ്ലൈഹിക പാരമ്പര്യവും ശ്ലൈഹിക ക്രമവും അപ്പസ്തോലിക അധികാരവും മെത്രാന്മാരുടെ സംഘത്തിന്റെ ശുശ്രൂഷയും പൗരോഹിത്യവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. അപ്പൊ ആ ആത്മാവിനെ തള്ളിക്കളഞ്ഞാൽ ഈ മനുഷ്യന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യനോട് ദൈവം ക്ഷമിക്കുക? ആ വ്യക്തി എങ്ങനെയാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുക, സ്വർഗീയ സഭയുടെ ഭാഗമാകാൻ ഇരിക്കുന്നത്? ആ സ്വർഗീയ സഭയുടെ മുന്നോടിയാകുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭൗമിക സഭയുടെ അംഗം ആ വ്യക്തി എങ്ങനെയായിത്തീരും? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം അതിനാൽ തന്നെ ഒരാളെ തിരുസഭയിൽ നിന്ന് അകറ്റും എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് ഈ രണ്ട് കാരണത്താൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് അതിന്റെ കാര്യം. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അച്ഛാ, അടുത്ത ചോദ്യം ഇതാണ്. പുതിയ നിയമത്തിലാണല്ലോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി കാണുന്നത്. പഴയ നിയമത്തിൽ ഇക്കാര്യം കാണാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. വെളിപാടിന്റെ പൂർണ്ണത പുതിയ നിയമത്തിലാണ്. മിശിഹായിലാണ് വെളിപാടിന്റെ പൂർണ്ണത. അതുവരെയുള്ള കാലഘട്ടം എന്താണ്? പഴയ നിയമം മുഴുവൻ എന്താണ്? അത് മിശിഹായുടെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. ഒരു ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത്, അബ്രാഹത്തിലൂടെ വിളിച്ച് ഒരു ജനത്തെ തെരഞ്ഞെടുത്ത് ആ ജനത്തെ പരിശീലിപ്പിച്ച് ധാർമ്മിക ബോധ്യങ്ങൾ നൽകി, വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകി, രക്ഷകന്റെ വാഗ്ദാനം നവീകരിച്ച് അങ്ങനെ അവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഒരു ചരിത്രമാണ് പഴയ നിയമത്തിലുള്ളത്. അതൊരിക്കലും വെളിപാടിന്റെ പൂർണ്ണതയല്ല. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ളതൊക്കെ നിഴലുകളാണ്, വരാനിരിക്കുന്നവയുടെ നിഴലുകളാണ്. വരാനിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ നിഴലാണ് മന്ന. വരാനിരിക്കുന്ന പരിശുദ്ധ സഭയുടെ ശ്ലൈഹിക ക്രമത്തിന്റെ 12 അപ്പസ്തോലന്മാരുടെ നിഴലാണ് 12 ഗോത്ര തലവന്മാരും അവരുടെ കയ്യിലിരിക്കുന്ന വടി, അത് രേഖപ്പെടുത്തിക്കുന്ന പേര് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ബലിയർപ്പണത്തിന്റെ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അർപ്പണത്തിന്റെ മുന്നോടിയാണ് പെസഹ. അതൊക്കെ നിഴലുകളാണ്. ഈ നിഴലുകളെ യഥാർത്ഥത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്തേക്ക് നിഴല് കാണുന്നു, അപ്പൊ ആരോടെ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കി ആളെ കാണുന്നു എന്ന് പറയുന്നത് പോലെ പുതിയ നിയമത്തിൽ യാഥാർത്ഥ്യമാകുന്നതിനെ, പൂർണ്ണമായും വെളിപ്പെടുത്തുന്നതിനെ നിഴലുകളായി അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നതെല്ലാം വരാനിരിക്കുന്നവയുടെ മുന്നോടികൾ മാത്രമാണ്. പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കും, സൂചനകളിലൂടെ അവതരിപ്പിക്കും. അതുകൊണ്ട് മിശിഹ, ഇപ്പൊ ഉദാഹരണത്തിന് അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമല്ലേ, എന്തുകൊണ്ട് ഈശോയെ പൂർണ്ണമായും പഴയ നിയമത്തിൽ കാണുന്നില്ല? കാരണം ഇത്രയേ ഉള്ളൂ, ചരിത്രത്തിന്റെ വ്യക്തമായ ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യാവതാരം നടക്കുന്നതിന് മുമ്പുള്ള കഥയാണ് പഴയ നിയമത്തിന്റെ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഈശോയെ ആ മനുഷ്യാവതാരം ചെയ്ത മിശിഹായിട്ട് കാണപ്പെടുകയില്ല. എന്നാൽ മിശിഹായെക്കുറിച്ചുള്ള സൂചനകളും മുന്നറിയിപ്പുകളും പ്രത്യേകതകൾ വർണ്ണിക്കുന്നത്, ഇപ്പൊ യെശയ്യായുടെ പുസ്തകത്തിലൊക്കെയുള്ള സഹനദാസനെ കുറിച്ചുള്ള വിവരണങ്ങളും വർണ്ണനകളും എല്ലാം മിശിഹായെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതെന്തിനാണ്? മിശിഹ വന്നു കഴിയുമ്പോൾ ഇത് മിശിഹായാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകി കഴിയുമ്പോൾ ഇത് ആത്മാവാണെന്ന് അവർക്ക് തിരിച്ചറിയാനും കൂടെ വേണ്ടിയിട്ടാണ് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്, പഴയ നിയമത്തിൽ കൊടുക്കുന്നത്. ഇനി ശരിക്കും ത്രിത്വം തന്നെയും പൂർണ്ണമായും വെളിപ്പെടുന്നത് മിശിഹായുടെ മാമോദീസയിൽ തന്നെയാണല്ലോ. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ, പ്രാവായിട്ടല്ല, പ്രാവിനെ പോലെ എന്നാണ്, പ്രാവ് പറന്നിറങ്ങുന്നത് പോലെ പറന്നിറങ്ങി. അങ്ങനെയാണ് പിതാവിന്റെ സ്വരം കേൾക്കുന്നത്. അങ്ങനെയാണ് ദൈവം ത്രിത്വം പൂർണ്ണമായും വെളിപ്പെടുന്നത്. അതുകൊണ്ട് വെളിപാടിന്റെ പൂർണ്ണത സംഭവിക്കുന്നത് പുതിയ നിയമത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പുതിയ നിയമത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ നിയമം വിശ്വാസത്തിന്റെ അവലംബമാക്കിയിരിക്കുന്ന ചില മതങ്ങളുണ്ട്, 2 മതങ്ങൾ കൂടിയുണ്ട്. അവയിൽ പരിശുദ്ധാത്മാവിനെയും മിശിഹായും തേടുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം അവയുടെ വെളിപാടും അതിന്റെ പൂർണ്ണതയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും റിയൽ പ്രസൻസും യഥാർത്ഥ സാന്നിധ്യവും സംഭവിക്കുന്നത് പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തിലല്ല. അതുകൊണ്ട് തന്നെ അവരൊറ്റ കാര്യം ഓർത്താൽ തന്നെ പഴയ നിയമത്തെ മാത്രം അവലംബമാക്കിയിരിക്കുന്ന മതങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഉണ്ടാകണം. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യം ആദ്യം പറയും. സാധാരണ പറയാറുള്ള കാര്യം നമുക്കറിയാമല്ലോ, ഒരു ചെടി അത് എന്ത് ചെടിയാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതിന്റെ ഫലങ്ങളിലൂടെയാണ്, അല്ലെ? ഒരു ചെടി എന്തോ വളർന്നു വരുന്നു, കുറെ കഴിഞ്ഞപ്പോഴാണ് അത് കായ്ച്ചപ്പോൾ ഒരു കായ ഉണ്ടായി, ഓ ഇതായിരുന്നു ആ ചെടി എന്ന് ആളുകൾ തിരിച്ചറിയുന്നത്. ഈശോ തന്നെ പറഞ്ഞു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത്. മനുഷ്യനെ, അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ അറിയുന്നതും ഫലത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ
അവ ഒരാളിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഒന്നാമത്തേത്. സർവ്വസാധാരണമായ കാര്യം, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒരാളിൽ കാണപ്പെടുന്നുണ്ട്, ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ചിലപ്പോൾ ഉദാഹരണത്തിന് ഈ ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയൊക്കെയുള്ള ആളുകൾ നമ്മൾ കാണും. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം പറയരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടായിരിക്കും അവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നിരിക്കെ പോലും അത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ സാന്നിധ്യം അവിടെയുണ്ട്, അങ്ങനെ ഇതുപോലത്തെ ഒരു നന്മ കണ്ടു എന്ന് മാത്രം പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്നാമത് നോക്കേണ്ടത് മിശിഹ എന്തിനു വേണ്ടി ആത്മാവിനെ വാഗ്ദാനം ചെയ്തോ ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. മിശിഹ എന്തിനു വേണ്ടിയാണ് ആത്മാവിനെ വാഗ്ദാനം ചെയ്തത്? സുവിശേഷം പ്രഘോഷിക്കാനും കത്തോലിക്ക വിശ്വാസത്തിന് മിശിഹായ്ക്ക് ലോകം മുഴുവനും സാക്ഷികളാകാനും വേണ്ടിയിട്ടാണ്. ഇത് ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? സുവിശേഷത്തിന്റെ പ്രഘോഷകനാകുന്നുണ്ടോ? ഇതുണ്ടെങ്കിൽ അയാളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി അപ്പോഴും തീർന്നില്ല. സുവിശേഷ ഗ്രന്ഥമെടുത്ത് വായിക്കുകയൊക്കെ ചെയ്യുന്ന അനേകം ആളുകളെ കാണും. അപ്പോഴാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ പരിഗണനാ വിഷയമാകേണ്ടത്. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ക്രിസ്തു ശരീരത്തിന്റെ അഭിഷേകമാണ്. അത് 739 ഖണ്ഡികയിൽ CCC അങ്ങനെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ അഭിഷേകമായതിനാൽ ശരീരത്തിന്റെ ശിരസായ ക്രിസ്തു തന്റെ അവയവങ്ങളിൽ ആത്മാവിനെ വർഷിക്കുന്നു. അവരെ പരിപോഷിപ്പിക്കാനും സുഖപ്പെടുത്താനും അവരുടെ പരസ്പര പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും അവർക്ക് ജീവൻ നൽകാനും സാക്ഷ്യം വഹിക്കാൻ അവരെ അയക്കാനും പിതാവിനുള്ള തന്റെ ആത്മദാനത്തോടും ലോകം മുഴുവന് വേണ്ടിയുള്ള തന്റെ മധ്യസ്ഥതയോടും അവരെ കൂട്ടുചേർക്കാനും വേണ്ടിയാണ്. ആരെ? സഭാംഗങ്ങളെ. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ അവയവങ്ങൾക്ക് സൗഖ്യം നൽകാനും ജീവൻ നൽകാനും സാക്ഷ്യം വഹിക്കാൻ അവരെ അയക്കാനും മിശിഹായോട് കൂട്ടുചേർക്കാനും ഒക്കെ വേണ്ടിയുള്ളത്. ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം. അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത്. ഉദാഹരണത്തിന് ചില ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചിലര് സഭയെ ഉപേക്ഷിച്ച് സ്വന്തം സെക്ടൊക്കെ സ്ഥാപിച്ചിട്ട് അവരവിടെ പരിശുദ്ധാത്മാവിനെ പ്രഘോഷിക്കുകയും ചില വരങ്ങളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണും. അവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത് കൃത്യമായും വ്യക്തമായും തിരുസഭയെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവിന്റെ ഏറ്റവും അടുത്ത പ്രബോധന രേഖയിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഓൺലി ആൻഡ് ഓൺലി ദൗത്യം പരിശുദ്ധാത്മാവിൻ്റെത് അത് തിരുസഭയെ പടുത്തുയർത്തുക എന്നാണ്. കൃത്യമായി വയ്ക്കുന്ന പദം ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ശരീരത്തെ പടുത്തുയർത്തുക എന്നത് മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. ഇത് ചെയ്യുന്ന ഒരാൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നയാളാണ്. അത് ചെയ്യാത്ത ഒരാൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നയാളാണ് എന്ന് പറയേണ്ടതില്ല. ചില സ്വാഭാവിക നന്മകളുള്ളയാളാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അച്ഛന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അച്ഛാ, ഇത്രയും നേരം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് അച്ഛാ. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഫാദർ അരുൺ കലമറ്റത്തിൽ നൈറ്റ്സ് ടെംപ്ലറിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായുള്ള ഉത്തരം ലഭിച്ചു കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.